ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ ചായൻ്റെ കൂടെയോ വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് മിക്സിൻ്റെ ജാർക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കൂലേ അരിപ്പൊടി, ആ പൊടിയാട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അരക്കപ്പ് ചോറും അരക്കപ്പ് തേങ്ങാ ചിരിവേതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി തേങ്ങാ ചിരിവേതും ചോറും ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ ചേർത്ത മുട്ടൻ്റെ മണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് 2 ഏലക്കായൻ്റെ തൊലി കളഞ്ഞിട്ട് അതിലെ കുരു കേട്ടോ അതിലേക്ക് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏലക്കായൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്തിരുന്നു കേട്ടോ. അപ്പോൾ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി, അതാണ് ഇതിലില്ലാത്തത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. നമ്മൾ എത്രയാണോ ഇതിലേക്ക് അരിപ്പൊടി ചേർത്തിട്ടുള്ളത് അത്ര തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ അടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഈ ഒരു കട്ടിയിലാട്ടോ മാവ് ഉണ്ടാവുക. ദോശമാവിനേക്കാൾ കുറച്ചും കൂടെ ലൂസ് കാരം മാവ്. ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഓരോ കുഴികളിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ അടിഭാഗം വന്നതിന് ശേഷം മുകൾ ഭാഗം വേവാൻ വേണ്ടിയിട്ട് ഇതെല്ലാം മറിച്ചിട്ട് കൊടുക്കണം. ആ ഭാഗം കൂടെ വെന്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഇത്രയുള്ള അരിപ്പൊടിയും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. മധുരമൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ കറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.